ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ഞങ്ങളുടെ ആത്മീയ പിതാവായ ജോസഫ് വെടിക്കുന്നേലച്ഛനാണ്. അച്ഛൻ്റെ ക്രിസ്മസ് കാല അനുഭവങ്ങളെ പറ്റി നമുക്ക് കേൾക്കാം. അച്ഛ സ്വാഗതം. അച്ഛ, ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ക്രിസ്മസ് ആഘോഷത്തെ പറ്റി ഞങ്ങളുടെ കാരണവന്മാർ പറഞ്ഞു കേട്ട അറിവുണ്ട്. അന്നേരം അച്ഛൻ്റെ കുട്ടിക്കാല ക്രിസ്മസ് ആഘോഷങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ? കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെ പറ്റി മനസ്സിൽ നിറഞ്ഞ അനുഭവങ്ങളാണുള്ളത്. വീട്ടിൽ ഒരുക്കിയിരുന്ന പുൽക്കൂടിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ചാച്ചൻ പറഞ്ഞു തരുമായിരുന്ന ആ കാര്യങ്ങൾ, ഇടവക പള്ളിയിലെ ആഘോഷങ്ങൾ, അലങ്കാരങ്ങൾ, പുൽക്കൂട്, പാതിരാ കുർബാന കഴിഞ്ഞ് ഈശോയുടെ രൂപം ചുംബിക്കാനുള്ള തിരക്ക്, ഈശോയുടെ രൂപം ചുംബിക്കാൻ അവിടെ എത്തുമ്പോൾ ഒരു മാസക്കാലം ചെയ്ത നല്ല കാര്യങ്ങളും സൽകൃത്യങ്ങളുമൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുന്ന വലിയ അനുഭവം, ഇതെല്ലാം മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛൻ്റെ തിരുപ്പട്ട സ്വീകരണ വർഷം ഏതായിരുന്നു? അച്ഛൻ ധാരാളം മിഷനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ അനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് 1979 ഡിസംബർ 26-നാണ്. അന്നു മുതൽ കർണാടകത്തിലും മധ്യപ്രദേശിലും തെലങ്കാനയിലും ആന്ധ്രയിലും അധ്യാപകനായും മിഷനറിയായും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ അതുപോലെ തന്നെ തെലങ്കാനയിൽ വീടുകൾ കയറി ഇറങ്ങി ക്രിസ്മസ് ആഘോഷിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഈശോയെപ്പറ്റി പറയുവാൻ, ക്രിസ്മസ് സന്ദേശം കൊടുക്കുവാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇനി ആന്ധ്രയിൽ അതുപോലെ തന്നെ ഉജ്ജയിനിൽ വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാതെ കേരളത്തിലെ തൃശ്ശൂർ അതിരൂപതയിലെ പടവരാട് എന്നുള്ള ആ ഇടവക ജനങ്ങളോടൊത്ത് ക്രിസ്മസ് ആഘോഷിച്ച അതിൻ്റെ അനുഭവവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പുതുതലമുറയോട് അച്ഛൻ എന്ത് സന്ദേശമാണ് പങ്കുവയ്ക്കുവാനുള്ളത്? കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന അവസരത്തിൽ വളരെ ലാളിത്യമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. പുൽക്കൂട് ഉണ്ടാക്കുന്നതിലാണെങ്കിൽ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിൽ, ആഘോഷങ്ങൾ നടത്തുന്നതിലാണെങ്കിൽ എല്ലാം ലാളിത്യവും ഒരു വലിയ ഒരു ആത്മീയ അനുഭൂതിയും ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ വാസ്തവത്തിൽ ആ ആത്മീയതയും ആ അനുഭൂതിയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആഘോഷങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് ആത്മീയത കൂടി വരുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. ആ രക്ഷകനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അതുപോലെ തന്നെ ആ രക്ഷകനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും സാധിക്കണം. ഇതായിരിക്കട്ടെ നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കുവാനുള്ള സന്ദേശം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.